നമസ്കാരം. പാലാ നഗരസഭ ഭരണത്തെ ചൊല്ലിയുള്ള ഉൾപോരും അവിശ്വാസ ഭീഷണിയും പ്രദേശത്ത് കടുത്ത രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും ഭരണപ്രതിസന്ധിക്കും വഴിവെക്കുന്നു. ഭരണം അട്ടിമറിക്കപ്പെടുമെന്ന സൂചനകൾ ശക്തമാകുന്നതിനിടെ ഈ മാസം 14 മുതൽ 17 വരെ തുടർച്ചയായി 4 ദിവസങ്ങളിൽ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത ചെയർപേഴ്സന്റെ അസാധാരണ നടപടിയാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ദിവസത്തെ യോഗത്തിൽ തീരുമാനിച്ചു തീർക്കാവുന്ന നാമമാത്രമായ അജണ്ടകൾ 4 ദിവസങ്ങളായി നീട്ടിക്കൊണ്ടു പോകുന്നത് അവിശ്വാസ നീക്കങ്ങളെ പ്രതിരോധിക്കാനും എതിരാളികളോടുള്ള വാശി തീർക്കാനുമാണെന്ന വിമർശനം ശക്തമാണ്. തുടർച്ചയായ ദിവസങ്ങളിലെ യോഗങ്ങൾ നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതിനൊപ്പം ഉദ്യോഗസ്ഥരെയും കൗൺസിലർമാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇതിന് പിന്നിൽ തികച്ചും അതിബുദ്ധിപരമായ തന്ത്രപരമായ നീക്കമാണ് പുളിക്കക്കണ്ടം കുടുംബവും ഭരണവിഭാഗവും നടത്തുന്നതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ കൗൺസിലർമാർ അയോഗ്യരാക്കപ്പെടുമെന്ന നഗരസഭാ നിയമത്തിലെ നിർണായക വകുപ്പാണ് ഇവർ ആയുധമാക്കുന്നത്. തുടർച്ചയായി 4 ദിവസങ്ങളിൽ യോഗം വിളിക്കുന്നതിലൂടെ കോൺഗ്രസ് CPM കൗൺസിലർമാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അവരുടെ അംഗത്വം തന്നെ അപകടത്തിലാക്കും എന്ന മാസ്റ്റർ പ്ലാനാണ് ഇവർ നടപ്പിലാക്കുന്നത്. പ്രതിപക്ഷത്തിന്റെയും കോൺഗ്രസ് കൗൺസിലർമാരുടെയും വിട്ടുനിൽക്കൽ മുന്നിൽ കണ്ട് തങ്ങളുടെ അധികാരം സംരക്ഷിക്കാനുള്ള ഈ വൻ നീക്കം കോൺഗ്രസിനെയും CPMനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. നേരത്തെ കോൺഗ്രസ് കൗൺസിലർമാരും സ്വതന്ത്ര കൂട്ടായ്മയും തമ്മിൽ ആരംഭിച്ച തർക്കങ്ങളാണ് ഇപ്പോൾ നഗരസഭയെ അവിശ്വാസ പ്രമേയ ഭീഷണിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. പാലായിലെ ആഭ്യന്തര കലാപം പരിഹരിക്കാൻ MPയും MLAയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പരമാവധി ശ്രമിച്ചെങ്കിലും തർക്കങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തുടരുകയായിരുന്നു. തുടർന്ന് സ്വതന്ത്രരുമായി ചേർന്ന് ഭരണം അനായാസമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന വിലയിരുത്തലിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം വിഷയം പൂർണ്ണമായും KPCCയുടെ തീരുമാനത്തിന് വിട്ടു. MPയും MLAയും അടക്കമുള്ള എല്ലാ മുതിർന്ന നേതാക്കളും ഇടപെട്ടിട്ടും സമവായത്തിലെത്താൻ കഴിയാത്തത് പാർട്ടിക്കുള്ളിലും അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ചില കൗൺസിലർമാർ ഉയർത്തിയ എതിർപ്പ് ഇപ്പോൾ പ്രാദേശിക പാർട്ടി ഏറ്റെടുത്തതോടെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം പുറത്തുവന്നതോടെ തങ്ങളുടെ ഭാവി നടപടികൾ വേഗത്തിലാക്കുകയാണ് പുളിക്കക്കണ്ടം കുടുംബവും ചെയർപേഴ്സണും ചെയ്തത്. അവിശ്വാസ പ്രമേയത്തിനുള്ള സാഹചര്യം ഒഴിവാക്കുമെന്ന് മുൻപ് പറഞ്ഞിരുന്ന സ്വതന്ത്ര കൂട്ടായ്മ മണ്ഡലം കമ്മിറ്റിയുടെ നിലപാടുകളിൽ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ച ശേഷം മാത്രം മറുപടി നൽകുമെന്ന തീരുമാനത്തിലാണ്. എന്നാൽ ഇതിനിടയിലാണ് സർപ്രൈസ് നീക്കം എന്ന വണ്ണം 4 ദിവസത്തെ യോഗ പരമ്പര പ്രഖ്യാപിച്ച് രാഷ്ട്രീയ എതിരാളികളെ പ്രതിരോധത്തിലാക്കിയത്. ചെയർപേഴ്സൺ സ്വയം രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അവിശ്വാസവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവൻ വ്യക്തമാക്കിയപ്പോൾ സ്വതന്ത്രമായി സഹകരിക്കില്ലെന്നും നഗരസഭ അനാഥമാക്കാൻ അനുവദിക്കില്ലെന്നും ജോസ് കെ മാണിയും പ്രഖ്യാപിച്ചതോടെ പാലായിൽ മുന്നണി മാറ്റങ്ങൾക്കടക്കം കളമൊരുങ്ങുകയാണ്. എന്തായാലും അയോഗ്യത എന്ന നിയമവാൾ മുന്നിൽ നിർത്തി ചെയർപേഴ്സൺ നടത്തുന്ന ഈ നീക്കം പാലാ നഗരസഭയിലെ അവിശ്വാസ നാടകങ്ങളെ കൂടുതൽ ആവേശകരമായ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ കൗൺസിൽ യോഗങ്ങളിൽ അംഗങ്ങൾ പങ്കെടുക്കുമോ അതോ നിയമപരമായി ഇതിനെ നേരിടുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും പാലായുടെ രാഷ്ട്രീയ ഭാവി.